ബ്രോയിലർ ചിക്കൻ ബേസിക്കലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഇത് നല്ല വെളുത്ത തൂവലും വെളുത്ത തൊലിക്കളറും ചുവന്ന പൂവുള്ള കോഴികളാണ് ഈ ബ്രോയിലർ വിഭാഗത്തിൽ കാണുകയുള്ളൂ. മറ്റ് രീതിയിലുള്ള കളർ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്രോയിലർ വിഭാഗത്തിൽ പെടുന്നില്ല. ഇനി ഈ ബ്രോയിലർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? നമുക്കറിയാം, ഇത് നമ്മൾ ആദ്യം വിചാരിക്കും, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും, ചില ഹോർമോൺസ് കുത്തിവെച്ചൊക്കെയാണ് ഈ കോഴികളെ വലുതാക്കുന്നത്. അങ്ങനെയല്ല. ഈ ബ്രോയിലർ 1950 മുതൽ സെലക്റ്റീവ് ബ്രീഡിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചാണ് ഈ ബ്രോയിലർ ചിക്കൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് മീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് നമുക്കിഷ്ടമുള്ള ക്വാളിറ്റിയുള്ള ചിക്കനുകളെ തിരഞ്ഞു പിടിച്ച്, അതായത് നമുക്കിവിടെ വേണ്ടത് മീറ്റ് കൂടുതൽ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ മീറ്റ് ഉണ്ടാക്കാനും അതനുസരിച്ച് പെട്ടെന്ന് വളരുന്ന ക്വാളിറ്റിയുള്ള കോഴികളെ തമ്മിൽ ക്രോസ് ബ്രീഡിങ് അല്ലെങ്കിൽ സെലക്റ്റീവ് ബ്രീഡിങ് നടത്തി ഉണ്ടാക്കുന്നതാണ് ഈ ബ്രോയിലർ ചിക്കനുകൾ. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കോഴികൾ വളരെ പെട്ടെന്ന് വളരെ മീറ്റ് പ്രൊഡക്ഷൻ ഉണ്ടാവും. നമ്മൾ 1950-കളിലെ ബ്രോയിലർ ചിക്കനുകളും 2023-ലെ ബ്രോയിലർ ചിക്കനും നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 300 ഇരട്ടി ഫാസ്റ്റായിട്ട് വളരുകയും വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഈ സെലക്റ്റീവ് ബ്രീഡിങ് വഴി ബ്രോയിലർ ചിക്കനെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഈ സെലക്റ്റീവ് ബ്രീഡേഴ്സ് ഈ മീറ്റ് പ്രൊഡക്ഷൻ മാത്രമേ അവർക്ക് വേണ്ട ഒരു പോയിൻ്റായിട്ട് അവർ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പം ഈ കോഴിക്കുണ്ടാകുന്ന ചിലപ്പോൾ അസ്ഥിക്ക് ബലക്കുറവ്, ഇമ്മ്യൂണിറ്റി കുറവ്, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ ബ്രോയിലർ ചിക്കന് ഉണ്ടാവാറുണ്ട്. ഈ സെലക്റ്റീവ് ബ്രീഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ഇത് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ചില കോഴികൾക്ക് തടി വെച്ചിട്ട് അതിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേലാത്ത രീതിയിൽ അങ്ങോട്ട് ആയിപ്പോവുകയാണ്. അതുപോലെ അതിന് ജോയിൻ്റ് ആർത്രൈറ്റിസ്, ഹാർട്ട് ഫെയിലിയർ, അങ്ങനെ നിരവധി അസുഖങ്ങളുടെ ഒരു കൂമ്പാരമായി മാറുകയാണ് ഈ ബ്രോയിലർ ചിക്കൻ ഈ 2023 ആയപ്പോഴേക്കും. കാരണം നമ്മൾ ഈ സെലക്റ്റീവ് ബ്രീഡിങ്ങിൽ ഇത് മാത്രമാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സെലക്റ്റീവ് ബ്രീഡറായിട്ടുള്ള ഈ ബ്രോയിലർ ചിക്കനെ എടുക്കണമെങ്കിൽ അത് നമുക്കറിയാം, ഈ ഉണ്ടാകുന്ന ദിവസം, അതായത്